ഓണം എക്സാമിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഉണ്ടോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? എക്സാമിന് തോൽക്കുമെന്നുള്ളൊരു പേടിയുണ്ടോ? അല്ലെങ്കിൽ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആദ്യം അത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂളും ചേർത്തിട്ട് ആ കാര്യം കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഇതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ എജിപോഡ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഇറ്റ്സ് മീ യുവർ നാഫി. വെൽക്കം ടു എജിപോഡ് ക്ലാസ് 9. ഓണം എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത്തവണ മുതൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. കാരണം ഇക്കൊല്ലം മുതൽ സർക്കാർ ഓൾ പാസ് നിർത്തലാക്കിയിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ തോൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓണം എക്സാമിന് പഠിച്ചാൽ നിങ്ങൾക്ക് മാർച്ചിൽ നടക്കുന്ന പബ്ലിക് എക്സാമിലേക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കാര്യം കമൻറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് സെൽഫ് അനലൈസ് ചെയ്യുക. നിങ്ങൾ ഏത് കാറ്റഗറി പെടും? 3 കാറ്റഗറി ഉണ്ട്, എ, ബി, സി. എ എന്ന് പറഞ്ഞാൽ ഏതാ? എല്ലാം പഠിച്ചു കഴിഞ്ഞ ആൾ. ബി എന്ന് പറഞ്ഞാൽ ഏതാ? കുറച്ച് പഠിച്ച ആൾ. സി എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാത്ത ആൾ. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയാണ്? ആ ഒരു കാര്യം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂളും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞ ആൾ, ബി കുറച്ച് പഠിച്ച ആൾ, സി ഒന്നും പഠിക്കാത്ത ആൾ. ആദ്യം നമ്മൾ നമ്മുടെ സെൽഫ് അനലൈസ് ചെയ്യുക. നമ്മൾ ആദ്യം നമ്മളെ ഒന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദിവസവും 3 മണിക്കൂർ നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വെക്കണം. 3 മണിക്കൂർ, ദിവസവും 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക? പഠനത്തിനായിട്ട് മാറ്റി വെക്കുക. അത് വേണം എന്ത് ചെയ്യാം? നിങ്ങൾ രാവിലെ 6 മുതൽ 7 വരെ 1 മണിക്കൂറും രാത്രി 8 മുതൽ 10 വരെ 2 മണിക്കൂറും വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠനത്തിനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ദിവസവും 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം? പഠനത്തിനായിട്ട് മാറ്റി വെക്കണം. ആ 3 hour സ്റ്റഡി നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് സേ നോ ടു ഡീവിയേഷൻ. നിങ്ങൾക്ക് പലർക്കുമുള്ളൊരു പ്രശ്നമാണ്, ഇൻസ്റ്റഗ്രാമിൽ അഡിക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഷോർട്സിന് അഡിക്ഷൻ ഉണ്ടാവും, സ്നാപ്ചാറ്റ് അഡിക്ഷൻ ഉണ്ടാവും, പലതരത്തിലുള്ള അഡിക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ അഡിക്ഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് പുസ്തകം തുറന്ന് പഠിക്കാനിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടിരുന്നാൽ പിന്നെ നിങ്ങളുടെ 3 മണിക്കൂർ അവിടെ തീർന്നു. യൂട്യൂബിൽ ഷോർട്സ് കണ്ടിരുന്നാൽ നിങ്ങളുടെ 3 മണിക്കൂർ അവിടെ തീർന്നു. സ്നാപ്ചാറ്റിൽ ആരുടെയെങ്കിലൊക്കെ സ്നാപ്പ് കണ്ടിരുന്നാൽ നിങ്ങളുടെ 3 മണിക്കൂർ അവിടെ തീർന്നു. സോ നിങ്ങൾ ഡീവിയേറ്റ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, യൂട്യൂബ് ഷോർട്സ് ഉണ്ടാവും, സ്നാപ്ചാറ്റ് ഉണ്ടാവും, ചിലപ്പോൾ സിനിമ ഉണ്ടാവും, അനീമ ഉണ്ടാവും, വെബ് സീരീസ് ഉണ്ടാവും, ഏതെങ്കിലും ആൾക്കാരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ഡീവിയേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഡീവിയേഷനോടൊക്കെ നോ പറഞ്ഞാൽ മാത്രമേ മക്കളെ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഫുൾ A+ എന്ന സ്വപ്നം നേടിയെടുക്കാൻ പറ്റൂ. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് പഠിക്കാതെ ബാക്കി പല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട വാല്യുബിൾ ആയിട്ടുള്ള ടൈം അവിടെ നഷ്ടപ്പെടുകയാണ്. അത് നഷ്ടപ്പെടുത്തണം മക്കളെ, വെറുതെ വേണോ? നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ടൈമാണ്. ആ ടൈം പോയാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല? തിരിച്ചു കിട്ടില്ല. സോ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനോടും വാട്സപ്പിനോടും എല്ലാത്തിനോടും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഫുൾ പഠനത്തിലേക്ക് ഇരിക്കുമ്പോൾ നിങ്ങളൊരു നോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും അതിലെ കാര്യങ്ങൾ, ഇപ്പോൾ മാത്സ് പഠിക്കാൻ അതിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, ഫിസിക്സ് പഠിക്കാൻ അതിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, സോഷ്യൽ പഠിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി നോക്കുക, ഇംഗ്ലീഷ് ആണെങ്കിൽ അതിലെ ലെറ്റർ, ബാക്കിയുള്ള ഗ്രാമർ കാര്യങ്ങളൊക്കെ എഴുതി നോക്കുക. എല്ലാം എഴുതി പഠിച്ചാൽ അത് കുറേ കൂടി എന്താണ്? തലയിൽ കയറാൻ ചാൻസ് കൂടുതലാണ്. അടുത്തത്, നിങ്ങൾക്ക് സ്റ്റഡി ടെൻഷൻ ഉണ്ടോ? പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കാരണം പഠിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. അയ്യോ സാർ, എനിക്ക് പഠിച്ചിട്ട് റെഡി ആവുന്നില്ല, എനിക്ക് ടെൻഷൻ വരുന്നു, എനിക്ക് ആകെ പ്രശ്നമാണ്, എനിക്ക് ആകെ സീനാണ് എന്ന്, എനിക്ക് പഠിക്കാനിരിക്കുമ്പോഴേക്കും എൻ്റെ മൈൻഡ് ആകെ മാറുകയാണ്. ആ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ ഒരു കമൻറ്റ് ചെയ്യണം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. അടുത്തത്, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ 3 മണിക്കൂർ പഠിക്കാനിരിക്കുന്നുണ്ട് അല്ലേ? ഈ 3 മണിക്കൂർ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈസി സബ്ജക്റ്റ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ചില സബ്ജക്റ്റ് ഈസി ആയിരിക്കും, ചില ആളുകൾക്ക് ചില സബ്ജക്റ്റ് ടഫായിരിക്കും. ആ കാര്യം കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ്, ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ കമൻറ്റായി ടൈപ്പ് ചെയ്താൽ മാത്രമേ അത് സോൾവ് ചെയ്യാനുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ്, ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. പഠിക്കാനിരിക്കുന്ന സമയം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? അത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എവിടെയാണ് പഠിച്ചിട്ട്, നിങ്ങൾ ഏത് ലെവലിലാണ് എത്തിയിട്ടുള്ളത്? ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു വീഡിയോ തരാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ചില സബ്ജക്റ്റ് പഠിക്കുമ്പോൾ, മാത്സ് പഠിക്കുമ്പോൾ, മാത്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ല ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. സോ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഈസി ആൻഡ് ടഫ്, അതായത് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈസി സബ്ജക്റ്റ് പഠിക്കണം, പിന്നെയാണ് നിങ്ങൾ ടഫ് സബ്ജക്റ്റ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റും കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഫസ്റ്റ് 1 hour എന്ത് ചെയ്യുക? ഈസി സബ്ജക്റ്റ്, അടുത്ത 1 hour ഒരു ടഫ് സബ്ജക്റ്റ്, അടുത്ത 1 hour ഒരു ഈസി സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കുമ്പോൾ ഇടയിൽ എന്ത് ചെയ്യുക? ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യുക? ബ്രേക്ക് എടുക്കുക. അങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠിക്കാൻ. ഓക്കെ, സെറ്റ്, റെഡി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ച്
നോക്കുക കേട്ടോ. അപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള വീഡിയോസ് എജുപോർട്ട് എന്ത് ചെയ്യാൻ പറ്റും, തരാൻ പറ്റും. ഓൾറെഡി കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. സോ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. നിങ്ങൾ ഒരു പേടിയും പേടിക്കും, നിങ്ങൾക്ക് എല്ലാം സോൾവ് ചെയ്താൽ നിങ്ങളുടെ കൂടെ എജുപോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഓണം എക്സാമിന് ഫുൾ A+ തന്നെ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക. അവരോട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെക്കുക. നിങ്ങൾ കാരണം പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ പ്രശ്നം തീർക്കാനുള്ള ഒരു വീഡിയോ ആണിത്. സോ വീണ്ടും കാണാതിരിക്കും. ബൈ. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണാതിരിക്കും. ബൈ.